ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമായിരുന്നു പഠിച്ചത്? യാത്രാമൊഴി എന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് അതിൽ. അതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടായിരുന്നു. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരുന്നു അതൊക്കെ അല്ലേ. പഠിച്ചു എല്ലാവരും അത്? നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. സമയമില്ല, പരീക്ഷ ആവാറായി. അപ്പോൾ അധികം സമയം കളിച്ചിരിക്കാതെ നന്നായിട്ട് വായിച്ച് പഠിക്കുക, ഒപ്പം എഴുതി പഠിക്കുകയും വേണം. പദ്യം യാത്രാമൊഴി എന്നുള്ള പദ്യം 4 വരി പരീക്ഷയ്ക്ക് ഉണ്ടാവും. അത് എഴുതി പഠിച്ചോളൂ എല്ലാവരും. പിന്നെ നമ്മൾ ഏത് പാഠമാണ് ഇനി നമുക്ക് നോക്കാത്തതൊരു പാഠം കൂടിയുണ്ട്. ഏതാണത്? ഒരു വിദ്യാലയ കഥ. ആരുടെയാണ്? APJ അബ്ദുൽ കലാം സാറിൻ്റെയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുണ്ടായ വിദ്യാലയ ആ കാലഘട്ടത്തിൽ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്, സ്കൂളിൽ വെച്ചുണ്ടായ ഒരു അനുഭവത്തെ പാഠം അല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിട്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ആ പാഠത്തിലത്തെ അർത്ഥവും വിപരീതവും നമുക്ക് ഇന്ന് നോക്കാം അല്ലേ. ഒന്ന് നോക്കിക്കോളൂ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നിവർത്തി വെക്കണം. ഏതാണ് പാഠം? പാഠം 8, ഒരു വിദ്യാലയ കഥ. അപ്പോൾ നോക്കിക്കോളൂ. അതിൻ്റെ അർത്ഥത്തിൽ ഒന്നാമത്തെ അർത്ഥം ഏതാണ്? ഖേദിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഖേദം എന്നൊക്കെ പറഞ്ഞാൽ ദുഃഖം. അപ്പം ഖേദിച്ചു എന്ന് പറഞ്ഞാൽ ദുഃഖിച്ചു. അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വമില്ലായ്മ എന്ന് പറഞ്ഞാൽ തുല്യതയില്ലായ്മ എന്നൊക്കെ അർത്ഥം. അസഹിഷ്ണുത സഹനശീലമില്ലായ്മ. എന്താണ് അസമത്വം എന്ന് പറഞ്ഞാൽ? എന്താണ്? സമത്വമില്ലായ്മ. അസഹിഷ്ണുത സഹനശീലമില്ലായ്മ. ചങ്ങാതി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം അല്ലേ. വളരെ നിങ്ങൾക്ക് കേട്ടുപരിചയമുള്ളൊരു വാക്കാണ് ചങ്ങാതി. ഇതെൻ്റെ ചങ്ങാതിയാണ് എന്നൊക്കെ നമ്മൾ പറയാതെ കേട്ടിട്ടില്ലേ. ഇപ്പം ചങ്ങാതി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. പരിവർത്തനം എന്ന് പറഞ്ഞാൽ മാറ്റം. നിഷ്കളങ്കർ കളങ്കമില്ലാത്തവർ. ശാസിക്കുക ശകാരിക്കുക. ശാസിക്കുക എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക, ശകാരിക്കുക എന്നൊക്കെ അർത്ഥം. ആത്യന്തികം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങേയറ്റം എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ഏതൊക്കെയാണ് അർത്ഥം നോക്കൂ. ഖേദിച്ചു, ദുഃഖിച്ചു, അസമത്വം സമത്വമില്ലായ്മ, അസഹിഷ്ണുത സഹനശീലമില്ലായ്മ. പിന്നെന്താണ്? ചങ്ങാതി കൂട്ടുകാരൻ, പരിവർത്തനം മാറ്റം. പിന്നെ ഏതാണ്? നിഷ്കളങ്കർ കളങ്കമില്ലാത്തവർ, ശാസിക്കുക ശകാരിക്കുക, ആത്യന്തികം അങ്ങേയറ്റം. ഇനി നമുക്ക് പഠിക്കാനുള്ള ആ പാഠത്തിലത്തെ വിപരീതമാണ് കേട്ടോ. വിപരീതം ഏതൊക്കെയാണ് നോക്കൂ. ഏറ്റവും എളുപ്പമുള്ളതാണ് ഒന്നാമത്തെ വിപരീതം, സുഖം. സുഖം വിപരീതം എന്താണ്? ദുഃഖം അല്ലേ. കളങ്കം നിഷ്കളങ്കം. സഹിഷ്ണുത അസഹിഷ്ണുത. സമത്വം അസമത്വം. പിൻനിര മുൻനിര. എന്തൊക്കെയാണോ കൂടി നോക്കൂ. സുഖം ദുഃഖം, കളങ്കം നിഷ്കളങ്കം, സഹിഷ്ണുത അസഹിഷ്ണുത. സഹിഷ്ണുത അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞാൽ സഹനശീലമില്ലായ്മ. അതിൻ്റെ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? സഹനശീലമുള്ളത് എന്നർത്ഥം അല്ലേ. സഹിഷ്ണുത അസഹിഷ്ണുത, സമത്വം അസമത്വം. പിന്നെന്താണ്? പിൻനിര മുൻനിര. അപ്പോൾ ഇതാണ് നമ്മുടെ വിപരീതം. അതായത് 5 എണ്ണൻ്റെ വിപരീതത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ എന്നെടുക്കണുള്ളൂ അർത്ഥം വിപരീതം. അപ്പോൾ ആ അർത്ഥങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ച് എഴുതി പഠിക്കണം. ഒപ്പം നന്നായിട്ടത് വായിക്കാൻ കിട്ടണം. ആദ്യം വായിക്കാൻ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാൻ സാധിക്കും അല്ലേ. അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. വായിച്ച് പഠിച്ച് അത് മനപ്പാടായിക്കഴിഞ്ഞാൽ അതൊന്ന് എഴുതി പഠിക്കുക. അപ്പോൾ തീരെ അക്ഷരത്തെറ്റുണ്ടാവില്ല നമുക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് പിരിച്ചെഴുതുകയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഒന്ന് നോക്കാം. പരീക്ഷ ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാം ഏകദേശമൊക്കെ ഒന്ന് പഠിച്ച് കഴിയും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ടെസ്റ്റ് പേപ്പർ എല്ലാവരും എഴുതണം കേട്ടോ, മറക്കരുത്. നന്ദി, നമസ്കാരം.